എന്നെ കരയിപ്പിച്ച ഒരു സംഭവമാണിത്. ഇഷാൻ അഹമ്മദ് എന്ന പാകിസ്ഥാനിലെ ഒരു ഡോക്ടർ ഉണ്ട്. ലോകത്തിലെ ഡോക്ടർമാരുടെ കോൺഫറൻസിന് പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ കാലാവസ്ഥ പ്രതികൂലമായി. വിമാനം ഏതോ ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ്. വിമാന അധികൃതരായി സംസാരിച്ചപ്പോൾ അവര് കോൺഫറൻസിന് എത്തിച്ചേരാൻ വേണ്ടി ഒരു ടാക്സി ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ചു ദൂരം പോയപ്പോഴേ വീണ്ടും കാലാവസ്ഥ മോശമായി. മഴയും കാറ്റും കാരണം വണ്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. മൊബൈലിലാണ് ആരെ ബന്ധപ്പെടാൻ റേഞ്ചില്ല. ആകെ ഇല്ലത് തൊട്ടപ്പുറത്ത് ചെറിയ കുടിൽ മാത്രം. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പ്രായമായ ഉമ്മ നിസ്കരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു കുട്ടിയും കിടക്കുന്നുണ്ട്. അവരുടെ നിസ്കാര ശേഷം കുടിക്കാൻ കുറച്ച് വെള്ളവും ചോദിക്കുന്നുണ്ട്. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ ഉമ്മ അവന് പറ്റിയത്? ഇതെന്റെ പേരക്കുട്ടിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവന്റെ ഉമ്മയും വാപ്പയും അപകടത്തിൽപ്പെട്ടു മരിച്ചുപോയി. ഇവനൊരു മാറാരോഗം പിടിപെട്ടു. എന്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തും വെച്ചിട്ടാണ് ഞാൻ ഇവനെ ചികിത്സിച്ചത്. പക്ഷേ ഒരു മാറ്റവുമില്ല. നാട്ടുകാര് പറയുന്നുണ്ട്, തെക്കൻ പാകിസ്ഥാനിൽ ഒരു വലിയ ഡോക്ടർ ഉണ്ട്. ഡോക്ടറിനെ കണ്ടാൽ ചിലപ്പോ ഇവന്റെ രോഗം മാറിയേക്കുന്നു. അദ്ദേഹത്തെ കാണാൻ കുറെ പണം ആവശ്യമായി വരും. കുറെ കാലം കാത്തിരിക്കേണ്ടിയും വരും. അതുകൊണ്ട് എനിക്ക് ചികിത്സിക്കാൻ ഒരു വഴിയുമില്ല. എന്നാൽ ഞാൻ ദിവസവും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒക്കെ ഒരു വഴി തുറന്നു തരാൻ വേണ്ടി. അയാൾ ചോദിക്കുന്നുണ്ട്, എന്താണുമ്മ ആ ഡോക്ടറിന്റെ പേര്? അങ്ങനെ പറയുന്നു, ഇഷാൻ അഹമ്മദ്. അയാൾ അവിടെ ഇരുന്നു കരഞ്ഞു പോവാണ്. ഉമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ കരയുന്നത്? ഉമ്മ, ഞാനാണ് നിങ്ങളെ തേക്കുന്ന ആ ഇഷാൻ അഹമ്മദ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് എവിടെ എത്തന്റെ എന്നെ ഈ നാട്ടിലെ ഈ കൂരയിൽ എത്തിച്ചത്. എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.